നമസ്കാരം, വെൽക്കം ബാക്ക്. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ പാഠഭാഗം, 9ാമത് പാഠഭാഗം തള്ളവിരലില്ലാത്ത ഗ്രാമമാണ് പഠിക്കാനായി പോകുന്നത്. 1997 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ പി സച്ചിദാനന്ദൻ എന്ന ആനന്ദിന്റെ ഗോവർദ്ധന്റെ യാത്രകൾ എന്ന് പറഞ്ഞ നോവലിലെ ഒരു ഭാഗമാണ് ഈ ഒരു പ്രസ്തുത പാഠഭാഗം. എക്സാം പോയിന്റിന്റെ ഗൈഡിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഒരു പാഠഭാഗം നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട വിവരങ്ങളെല്ലാം തന്നെ അതിൽ ലഭ്യമാണ്. നമുക്കപ്പോൾ പാഠഭാഗത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം. മലയാളത്തിലെ ഏറെ പ്രശസ്തനായിട്ടുള്ള ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തും ഒക്കെയാണ് ശ്രീ ആനന്ദ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറഞ്ഞാൽ പി സച്ചിദാനന്ദൻ എന്നാണ്. 1936 തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലായിരുന്നു അദ്ദേഹം ജനിക്കുന്നത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം കരസ്ഥമാക്കിയിരുന്നു അദ്ദേഹം. 4 കൊല്ലത്തോളം പട്ടാളത്തിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ സെൻട്രൽ പ്ലാൻ കമ്മീഷനിൽ പ്ലാനിംഗ് ഡയറക്ടറായിട്ട് ജോലി ചെയ്താണ് അദ്ദേഹം വിരമിക്കുന്നത്. ശില്പകലയിലും തൽപരനായിട്ടുള്ള ആനന്ദിന്റെ പല നോവലുകളിലും മുഖചിത്രമായിട്ട് വരുന്നത് അദ്ദേഹം നിർമ്മിച്ച ശില്പങ്ങളുടെ ഫോട്ടോയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2016 കൊച്ചിൻ മുസ്രിസ് ബിനാലയിൽ അദ്ദേഹത്തിന്റെ ശില്പങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികളുണ്ട്. അതിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് ഗോവർദ്ധന്റെ യാത്രകൾ. ആ ഒരു കൃതിയെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. ആനന്ദ് എഴുതിയ മലയാള നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ. ഭാരതേന്ദു ഹരിശ്ചന്ദ്രയുടെ കറുത്ത ഹാസ്യത്താൽ സമൃദ്ധമായ അന്ധേർ നഗരി ചപൗഡ് രാജ എന്ന നാടകത്തെ അധികരിച്ച് എഴുതിയ കൃതിയാണ് ഗോവർദ്ധന്റെ യാത്രകൾ. ചരിത്രവും ഭാവനയും ഒരുപോലെ തന്നെ കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് നോവലിന്റെ ആഖ്യാന രീതി. ഹരിശ്ചന്ദ്രയുടെ ഗോവർദ്ധനൊപ്പം ചരിത്രത്തിൽ നിന്ന് അലി ദോസ്തും ഹൂമയൂണും മിർഗ ഗാലിബും മിർസ മുഹമ്മദ് റിസ്വയും ഉമ്രാവ് ജാനും ഗലീലിയുമൊക്കെ ഈ ഒരു നോവലിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നീണ്ട സംവാദങ്ങളിലും ഇവർ ഏർപ്പെടുന്നു. ഈ കൃതി ഗീതാ കൃഷ്ണൻകുട്ടി ഗോവർദ്ധൻസ് ട്രാവൽ എന്നുള്ള പേരിൽ ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. ആനന്ദിന്റെ ഒന്നിനൊന്നും മികച്ച കൃതികളാണ് ആൾക്കൂട്ടവും അഭയാർത്ഥികളും ഉത്തരായനവും മരണ സർട്ടിഫിക്കറ്റും എല്ലാം തന്നെ. 2 തവണയാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അതിൽ ആദ്യം ലഭിച്ചത് 1997 ഗോവർദ്ധന്റെ യാത്രകൾ. ഗോവർദ്ധനൻ തന്റെ യാത്രകളിൽ കാണുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ആ ഒരു കൃതിയുടെ വിശദാംശങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഗോവർദ്ധൻ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും വെയിൽ നന്നായി ചാഞ്ഞു കഴിഞ്ഞിരുന്നു. ഗോവർദ്ധൻ എവിടെ എത്തുന്നു? ഒരു ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴേക്കും വെയിൽ ചാഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അതായത് സന്ധ്യയോടടുക്കുന്നു എന്നർത്ഥം. എല്ലായിടത്തും എന്തോ ആപത്ത് വന്നതുപോലെ ബഹളം. ബസാറിൽ മനുഷ്യർ ധൃതി പിടിച്ച് കടകൾ അയക്കുകയും അതുപോലെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വാരിക്കൂട്ടി ഓടുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചത്? വല്ലാത്തൊരു ആപത്ത് ആ ഒരു ഗ്രാമത്തിൽ വന്ന ഒരു അവസ്ഥയായിരുന്നു. ബസാറുകൾ, കടകളെല്ലാം തന്നെ ആളുകൾ ധൃതി പിടിച്ച് അടയ്ക്കുന്നു. സാധനങ്ങളെല്ലാം തന്നെ വാരിക്കൂട്ടി ഓടുകയും ചെയ്യുകയാണ്. കൊണ്ടുപോകാൻ കഴിയാത്ത അരിയുടെയും ഗോതമ്പിന്റെയും കൂമ്പാരങ്ങളുടെ മീതെ കൂടി മനുഷ്യർ ചിതറിയോടി. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മുകളിൽ പോലും അവിടെ ചവിട്ടിക്കൊണ്ടാണ് അവർ പ്രാണരക്ഷാർത്ഥം ഓടുന്നത്. വീടുകളിൽ നിന്ന് സ്ത്രീകൾ കുട്ടികളെ വിളിക്കുന്നതിൻ്റെയും അതുപോലെ വാതിലുകൾ അടയ്ക്കുന്നതിൻ്റെയും ശബ്ദം. ചുഴലിക്കാറ്റ് വരികയാണോ അതോ ഏതെങ്കിലും സൈന്യം ആക്രമിക്കാനെത്തുകയോ? ഗോവർദ്ധന് ഒന്നും മനസ്സിലായില്ല. ആളുകൾ എല്ലാവരും മരണപ്രാളത്തോടെ ഇങ്ങോട്ട് ഓടുന്നുണ്ട്. വീടുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും ഗോവർദ്ധന് കിട്ടിയില്ല. ഇനി ചുഴലിക്കാറ്റ് വല്ലതും വരികയാണോ അതോ വല്ല സൈന്യം യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് വരികയാണോ എന്നെല്ലാം തന്നെ അയാൾ ചിന്തിക്കുന്നു. ആരും അയാളോട് സംസാരിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ സഹികെട്ട് അയാൾ ഓടുന്ന ഒരാളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അയാളുടെ കയ്യിലും തള്ളവിരലില്ലായിരുന്നു. വേഗം തന്നെ രക്ഷപ്പെട്ടു ഓടുന്ന ഒരാളുടെ പിടിച്ചു നിർത്തിയിട്ട് കാര്യം അന്വേഷിക്കാൻ തീരുമാനിച്ചു. നോക്കിയപ്പോഴാണ് അയാളുടെ കയ്യിൽ എന്തില്ലായിരുന്നോ? തള്ളവിരൽ ഇല്ലായിരുന്നു. ഗോവർദ്ധന്റെ കയ്യിൽ തള്ളവിരൽ ഉണ്ടെന്നത് ആ മനുഷ്യനെയും അതുപോലെ ഞെട്ടിച്ചതായി തോന്നി. ഗോവർദ്ധന്റെ കയ്യിൽ തള്ളവിരൽ കണ്ടിട്ട്
ആര് ഞെട്ടുന്നു? ഈ ഒരു വഴിയാത്രികനും ഞെട്ടിപ്പോവുകയാണ്. ഓടിപ്പോകുന്നതിന് മുമ്പ് അയാൾ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ: ഓടിക്കോ, ഓടിക്കോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അയാൾ പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. നദീതീരത്തായിരുന്നു ആ ഒരു ബസാറ്, ചന്ത. നദിയിൽ കൂടെ ചില വഞ്ചികൾ കടവിന്റെ നേരെ വരുന്നത് അയാൾ കണ്ടു. അവയിൽ കമ്പനിയുടെ കൊടികൾ പറക്കുന്നുണ്ടായിരുന്നു. ചിലത് കാലിയായിരുന്നു, ചിലതിൽ നിറയെ ചരക്കും. ആളുകൾ എന്തിനാണ് ഓടിയതെന്ന് ഗോവർദ്ധന് മനസ്സിലായി. കമ്പനി ഓഫീസർമാരും ഗുമസ്തന്മാരും ദല്ലാളന്മാരും കച്ചവടത്തിന് വരികയാണ്. അവരുടെ ചരക്കുകൾ നാട്ടുകാർക്ക് വിൽക്കാനും നാട്ടുകാരുടേത് വാങ്ങാനും. എന്തുകൊണ്ടാണ് ആളുകളെല്ലാം തന്നെ പേടിച്ചോടിയത്? കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർമാരും ഗുമസ്തന്മാരും ദല്ലാളന്മാരും എല്ലാം തന്നെ അവിടെ വരികയാണ്. അവരുടെ ചരക്കുകൾ നാട്ടുകാർക്ക് വിൽക്കാൻ വേണ്ടിയാണ് വരുന്നത്. നാട്ടുകാരത് നിർബന്ധമായും വാങ്ങിച്ചിരിക്കണം. അതിൽ നിന്ന് രക്ഷ നേടാനായിട്ടാണ് ആളുകൾ പരക്കം പാഞ്ഞോടുന്നത്. പിൻപുറത്തു നിന്ന് തുറന്ന് ഒരു വാതിൽ കണ്ട് ഗോവർദ്ധൻ ആ വീടിനകത്തേക്ക് കയറി. അതിനകത്തുണ്ടായിരുന്ന സ്ത്രീ ആദ്യം ഭയന്നുവെങ്കിലും പിന്നീട് അയാളെ വിളിച്ചിരുത്തി. വേഗം തന്നെ അദ്ദേഹം അവിടെ കണ്ട ഒരു വാതിൽ തുറക്കുന്നു. ആ ഒരു വീട്ടിലേക്ക് കയറുകയാണ്. ആദ്യം ആ ഒരു സ്ത്രീക്ക് മടിയുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഗോവർദ്ധനെ അവർ അകത്തേക്ക് ക്ഷണിക്കുന്നു. അവളുടെ കുട്ടികൾ അയാൾക്ക് കുടിക്കുവാൻ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. തള്ളവിരലുകളില്ലാത്ത കൈകൾ കൊണ്ട് ആ നാട്ടിലെ ഒരാൾക്ക് പോലും, അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും, തള്ളവിരലില്ലായിരുന്നു. പതുക്കെ പതുക്കെ പേടിപ്പിക്കുന്ന ആ വൈകൃതത്തിനോട് ഗോവർദ്ധൻ ഒത്തുതീർപ്പിലെത്തി. വൈകൃതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? ഭയങ്കര ഒരു വൃത്തികേട് പോലെയാണ് ആദ്യം അദ്ദേഹത്തിന് തോന്നിയത്. കാരണം ആരുടെ കൈകളിലും തള്ളവിരലില്ല. പക്ഷെ പയ്യെ പയ്യെ ഗോവർദ്ധൻ അതുമായി പൊരുത്തപ്പെടുന്നു. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന കുരുടനായ പൂച്ചയോടെന്ന പോലെ, കുരുടൻ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ഒരു പൂച്ച, എപ്പോഴും സന്തത സഹചാരിയായിരുന്നു ഗോവർദ്ധനൊപ്പം. നിരുപദ്രവകാരികളായിട്ടുള്ള ജന്തുക്കളെ അന്ധരാക്കുന്നത് കുട്ടികളുടെ വിനോദവും കുട്ടികളെ പീഡിപ്പിക്കുന്നത് മുതിർന്നവരുടെയും സ്വഭാവമായിട്ടുള്ള ഒരു പട്ടണത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എവിടെ നിന്നാണ് അയാൾ വരുന്നത്? നിരുപദ്രവികളായിട്ടുള്ള, അതായത് ആരെയും ഉപദ്രവിക്കാത്ത ജന്തുക്കളെ അന്ധരാക്കുന്നത്, അവരുടെ കണ്ണ് പൊട്ടിക്കുന്ന രീതിയുള്ള കുട്ടികളുടെ നാട്ടിൽ നിന്നും, കുട്ടികളെ പീഡിപ്പിക്കുന്നത് വിനോദമായി കണ്ട മുതിർന്നവരുടെയും ഒരു നാട്ടിൽ നിന്നാണ് താൻ വരുന്നതെന്നായിരുന്നു ആര് പറയുന്നത്? ഗോവർദ്ധൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ അഭയം തേടുക അസാധ്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കുക, രക്ഷ നേടുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പിറകെയുള്ള പോലീസിന് മുമ്പേ ഓടുകയാണ് ഭേദമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെയുള്ളവരാരും നിങ്ങൾക്ക് അഭയം തരില്ല. സ്ത്രീ പറഞ്ഞു, ഞങ്ങളെ തന്നെ രക്ഷിക്കുവാൻ കഴിയാത്തവർ ഞങ്ങൾ. നിങ്ങളെ ഒരിക്കലും ഇവിടെ നിന്ന് അല്ലെങ്കിൽ അഭയം തരാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. കാരണം ഞങ്ങൾക്ക് പോലും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. അത്രയും ഗതികെട്ടവരാണ് ഞങ്ങൾ. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അഭയം തരുമെന്നാണ് ആ സ്ത്രീ ചോദിച്ചത്. അതെ, കൂടാതെ ഞാൻ തള്ളവിരലുകൾ ഉള്ളവനും. അത് കൂടാതെ ഒരു കാര്യം കൂടിയുണ്ടെന്ന് എനിക്കറിയാമെന്ന് ഗോവർദ്ധന സ്ത്രീയോട് പറയുകയാണ്. എനിക്ക് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തള്ളവിരലുകളുണ്ട്. ഗോവർദ്ധൻ അവൾ നൽകിയ ചപ്പാത്തിയിൽ നിന്ന് ഒരു കഷ്ണം ആ കുരുടയായിട്ടുള്ള പൂച്ചയ്ക്ക് കൊടുക്കുന്നു. ബാക്കി അയാൾ ഉള്ളി കടിച്ചു കൂട്ടി തിന്നു. തിന്നുന്നതിനിടയ്ക്ക് അയാൾ പറഞ്ഞു, എനിക്കൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. പണ്ട് അയാളുടെ 2 കൈകളിലും 6 വിരലുകൾ വീതമുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ത്രീ നൽകിയ ചപ്പാത്തി ഇങ്ങനെ കഴിച്ചുകൊണ്ട്, പൂച്ചയ്ക്ക് കൊടുത്തുകൊണ്ട്, ഉള്ളി കൂട്ടിക്കൊണ്ട് ഗോവർദ്ധനം കഴിക്കുകയാണ്. കഴിക്കുന്നതിനിടയിൽ അയാൾ ഒരു കാര്യം പറയുകയാണ്, എനിക്കൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു, ഒരു ചേട്ടനുണ്ടായിരുന്നു. പണ്ട് അയാളുടെ 2 കൈകളിലും 6 വിരലുകൾ ഉണ്ടായിരുന്നു. അയാൾ ചെയ്യുന്ന ഓരോ കൃത്യത്തിലും പങ്കുചേരാത്ത വിരലുകൾ. ആ വിരലുകളിൽ തട്ടിയാണ് ഞാൻ അയാളുടെ പിന്നാലെ നടക്കാറ്. ഇവിടെ ആകട്ടെ എല്ലാവർക്കും 4 വിരലുകളേ ഉള്ളൂ. ഞങ്ങളും 5 വിരലോടുകൂടി തന്നെയാണ് ജനിച്ചത്. ഒരു വിരൽ ഞങ്ങൾ മുറിച്ചു കളഞ്ഞു. ആ കഥ അവൾ വിവരിച്ചു. അപ്പൊ ആ വിരലുകൾ അറ്റുപോയതിന്റെ കഥ ആ സ്ത്രീ പറയുകയാണ്. എന്തായിരുന്നു സംഭവം? എനിക്കൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു, ഗോവർദ്ധനൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. ആ ജ്യേഷ്ഠന് എത്ര വിരലുകൾ ഉണ്ടായിരുന്നോ? 6 വിരലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നാട്ടിലുള്ളവർക്ക് 4 വിരലുകൾ മാത്രമാണ് ഗോവർദ്ധന് കാണാൻ കഴിഞ്ഞത്. അപ്പൊ ആ സ്ത്രീ പറയാണ്, ഞങ്ങൾ ജനിച്ചത് 5 വിരലുകളായിട്ട് തന്നെയാണ്. പക്ഷേ ഒരു വിരൽ ഞങ്ങൾക്ക് മുറിച്ചു കളയേണ്ടി വരുന്നു. ആ ഒരു കഥ അവൾ അവിടെ വിവരിക്കാൻ തുടങ്ങിയാണ്. ജാതിയിൽ നെയ്ത്തുകാരായിരുന്നു ഞങ്ങൾ. കമ്പനിയുടെ ഓഫീസർമാരും ഗുമസ്തന്മാരും വന്ന് ഇടയ്ക്കിടെ ഞങ്ങളുടെ ഗ്രാമത്തിൽ തമ്പടിക്കും. അവരുടെ ജോലി എന്തായിരുന്നു? നെയ്ത്തുകാരായിരുന്നു പാരമ്പര്യമായിട്ട്. അവരുടെ നാട്ടിലിടയ്ക്ക് ഓഫീസർമാരും
ഗുമസ്തന്മാരും എല്ലാം തന്നെ വന്ന് ഗ്രാമത്തിൽ തമ്പടിക്കാറുണ്ട്. തമ്പടിച്ച് അവർ കച്ചേരി വിളിച്ചു കൂട്ടും. കച്ചേരി എന്ന് പറഞ്ഞാൽ കോടതി, അത് തന്നെയാണ്. ആ ഒരു നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കുന്നതിനെ പണ്ട് കച്ചേരി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ നെയ്ത്തുകാരെ കൊണ്ട് അവർ നിശ്ചയിച്ച വിലയ്ക്ക് പട്ടു നെയ്തു കൊടുക്കുവാനുള്ള കരാറുകളിൽ ഒപ്പിടുവിക്കും. എന്താണ് അവർ ചെയ്തിരുന്നത്? കമ്പനിയിലെ ഗുമസ്തന്മാരും ഉദ്യോഗസ്ഥരും ഓഫീസർമാരെല്ലാം തന്നെ വന്നുകൊണ്ട് അവർ നിശ്ചയിച്ച അതേ വിലയ്ക്ക് തന്നെ പട്ട് നെയ്തു കൊടുക്കുവാനുള്ള ഒരു കരാറിൽ എല്ലാവരെ കൊണ്ടും ഒപ്പിടിക്കുമായിരുന്നു. കരാർ അനുസരിച്ച് നെയ്തു കൊടുത്തില്ലെങ്കിൽ മുക്കാലിയിൽ കെട്ടി ചാകും വരെ അടിക്കാം. അവർ പറയുന്നത് കേട്ട് അവർ പറയുന്ന വിലയ്ക്ക് ആ സാധനം കൊടുത്തില്ലെങ്കിൽ, അതുപോലെ അതിൽ ഒപ്പിടാനായിട്ട് തയ്യാറായില്ലെങ്കിൽ, അതുപോലെ കരാർ അനുസരിച്ച് നെയ്തു കൊടുത്തില്ലെങ്കിൽ മുക്കാലിയിൽ കെട്ടി ചാകും വരെ അവർ ആ നാട്ടിലുള്ളവരെ അടിക്കുമായിരുന്നു. അതിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് ഞങ്ങൾ തള്ളവിരൽ മുറിച്ച് നദിയിലെറിഞ്ഞ് നെയ്ത്തുപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് അവർ ആ വിരൽ കളഞ്ഞത്? ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്കെതിരെ പൊരുതാനായിട്ട്. അവർക്ക് ആ കമ്പനിക്കാർ പറയുന്ന രീതിയിൽ തന്നെ ഒപ്പിട്ട് കൊടുക്കാൻ, അവരുടെ ചൂഷണം സഹിക്കാനായിട്ട് യാതൊരു കഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ സ്വന്തം തള്ളവിരൽ മുറിച്ചു കളഞ്ഞുകൊണ്ട് അവരുടെ പാരമ്പര്യ ജോലിയായിട്ടുള്ള കുലത്തൊഴിലായിട്ടുള്ള നെയ്ത്ത് പോലും അവർ ഉപേക്ഷിച്ചു മടങ്ങിയത്. കുട്ടികളുടെ തള്ളവിരൽ മുറിച്ച് ഗംഗാജിക്ക് എറിഞ്ഞു കൊടുക്കുക ഞങ്ങളുടെ ഒരു ആചാരമായി. ഗംഗാ നദിയിലെ കുട്ടികളുടെ വിരൽ പോലും എറിഞ്ഞു കൊടുക്കുന്ന ഒരു രീതി അവരുടെ ആചാരമായിട്ട് പിന്നീട് മാറുകയുണ്ടായിരുന്നു. പക്ഷേ ആ മുക്കാലികൾ ഞങ്ങളെ വെറുതെ വിട്ടില്ല. മുക്കാലികൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനി ഉദ്യോഗസ്ഥർ. നെയ്ത്തുപേഴിച്ച് കൃഷി ചെയ്യാനും മീൻ പിടിക്കാനും ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അരിയും ചണയും മീനും വാങ്ങുവാൻ കമ്പനിക്കാർ വന്നു. നെയ്ത്തുപേക്ഷിച്ചുകൊണ്ട് അവർ പിന്നീട് കൃഷി ചെയ്യാനും മീൻ പിടിക്കാനും ഒക്കെയാണ് തുടങ്ങിയത്. ആ സമയത്ത് എല്ലാം തന്നെ ഞങ്ങളുടെ അരിയും, അതായത് ആ ഗ്രാമീണരുടെ അരിയും ചണയും മീനും എല്ലാം തന്നെ വാങ്ങാനായിട്ട് കമ്പനിക്കാർ വന്നു. അതിനു പകരമായിട്ട് അവർ കൊണ്ടുവന്ന ഉപ്പും പുകയിലയും കറുപ്പും ഞങ്ങൾ വാങ്ങണം. എന്താണ് ചെയ്തത്? അരിയും മീനൊക്കെ വാങ്ങാൻ വന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ അതിനു പകരമായിട്ട് അവർ കൊണ്ടുവരുന്ന ഉപ്പ്, അവരുടേതായ ചില കാര്യങ്ങൾ, പുകയില വസ്തുക്കള്, മയക്കുമരുന്ന് ഉപയോഗ വസ്തുക്കൾ, കറുപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് നിലവിലുണ്ടായിരുന്ന വല്ലാത്തൊരു മാരകമായിട്ടുള്ള മയക്കുമരുന്നാണ്. ഇതെല്ലാം തന്നെ ആ ഗ്രാമത്തിലുള്ളവർ വാങ്ങണമെന്ന് കമ്പനിക്കാർ ശാഠ്യം പിടിച്ചിരുന്നു. വാങ്ങുന്ന സാധനങ്ങൾക്കും വിൽക്കുന്ന സാധനങ്ങൾക്കും അവർ തന്നെ വില നിശ്ചയിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഗ്രാമീണർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കാം. എന്ത് സാധനം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും എല്ലാം തന്നെ വില നിശ്ചയിച്ചത് കമ്പനിക്കാരായിരുന്നു. അവിടെ ഇടപെടാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ആ ഗ്രാമീണർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വരും വഴിക്ക് ഒരാളെ കണ്ടു, ചതഞ്ഞ മാംസം പോലെയാ അയാൾ വഴിയിൽ വീണു മരിച്ചു. സ്ത്രീ കുറച്ചു നേരം മിണ്ടാതെയിരുന്നു, പിന്നെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പൊ ഗോവർദ്ധൻ ചോദിക്കുകയാണ്, നമ്മളത് സമ്മതിച്ചില്ലെങ്കിൽ എന്തായിരിക്കുമെന്ന്. അപ്പൊ അതിന് മറുപടിയായിട്ട് സ്ത്രീ പറയുന്ന കാര്യമാണ്, ഒരാൾ ഞാൻ വരുന്ന വഴിയില് ചതഞ്ഞരഞ്ഞൊരു മാംസം പോലെ കിടക്കുന്നു എന്ന്. അവർ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വളരെയധികം ക്രൂരതയോടുകൂടി തന്നെ കൊന്നു കളയുമെന്ന് അവർക്ക് നിശ്ചയമായിരുന്നു. ആ സ്ത്രീ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് മിണ്ടാതെ ഇരുന്നു, പിന്നീട് പൊട്ടിക്കരയാൻ തുടങ്ങി. അകലെ ഇരുന്ന് ചപ്പാത്തി തിന്നുകയായിരുന്ന 2 കുട്ടികളും ചപ്പാത്തി നിലത്തിട്ട് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അമ്മ കരയുന്നത് കണ്ടിട്ട് ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ സങ്കടത്തോടെ ഓടി വന്ന് ആ സ്ത്രീയെ കെട്ടിപ്പിടിക്കുകയാണ്. അവളുടെ വസ്ത്രങ്ങൾ വെളുത്തതാണെന്ന് ഗോവർദ്ധനൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അവളുടെ കൈകളിൽ വളകളില്ലെന്നോ. കമ്പനിക്കാർ പ്രഹരിക്കാനായി ഒരാളെ പിടിച്ചുകൊണ്ടുപോയാൽ അയാൾ സാധാരണ മടങ്ങി വരാറില്ല. അയാൾ മരിച്ചതായാണ് കണക്കാക്കപ്പെടുക. അവശേഷിപ്പിച്ച വിരലുകളിൽ ജീവിതമൊതുക്കി ഗ്രാമം മുന്നോട്ട് പോയി. അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. വെള്ള വസ്ത്രം ധരിക്കുന്നത്, ഭാരതീയ സ്ത്രീകൾ വെള്ള വസ്ത്രം ധരിക്കാറുള്ളത് പ്രധാനമായിട്ടും ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴാണ്. അതുപോലെ തന്നെ അവളുടെ ശരീരത്തിൽ ഒന്നും തന്നെ ഒരു വളകളോ ആഭരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ കമ്പനിക്കാർ പിന്നീട് അവരെ തിരിച്ചു വിടാറില്ല. അതാണ് അവിടുത്തെ രീതി. അവർ മരിച്ചതായിട്ടാണ് ആ ഗ്രാമത്തിലുള്ളവർ പിന്നീട് കണക്കാക്കുക. അങ്ങനെ അവശേഷിച്ച വിരലുകൾ കൊണ്ട് ജീവിതമൊതുക്കി അവർ ആ ഗ്രാമത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വരും വഴികളിൽ നിങ്ങൾ ഒരു മുക്കാലിയെ കണ്ടുള്ളൂ. നാളെ പോകുമ്പോൾ നിങ്ങൾ എത്രയോ കണ്ടേക്കും. ഇന്ന് രാത്രി എത്ര സ്ത്രീകളാണ് വിധവകളാകാൻ പോകുന്നത്. അപ്പൊ ആ സ്ത്രീ പറയുകയാണ്, വരുന്ന വഴികളില് നിങ്ങൾ ഇന്ന് ഒരു മുക്കാലി മാത്രമാണ്. ആ മുക്കാലിൽ കെട്ടിയാണ് ക്രൂരമായിട്ട് തന്നെ ആ ഗ്രാമീണരെ ആ കമ്പനിക്കാർ മർദ്ദിക്കുന്നത്. നാളെ നിങ്ങൾ ഇതല്ല ഒരുപാട് മുക്കാലികൾ കാണേണ്ടി വരും. ഒരുപാട് സ്ത്രീകൾ നാളെ വിധവകളാകും എന്ന് ആ സ്ത്രീ സങ്കടത്തോടു കൂടി പറയുന്നു. പിന്നീട് അവൾ നിസ്സംഗതയോടെ പറഞ്ഞു, യാതൊരു വികാരവുമില്ലാതെ അവൾ പറയുകയാണ്, രാത്രി വൈകും വരെ ബസാറിൽ നിന്ന് അലർച്ചകളും നിലവിളികളും ഉയർന്നുകൊണ്ടിരുന്നു.
കമ്പനിയുടെ ഗുമസ്തന്മാരും ദല്ലാൾമാരും കടകൾ തുറപ്പിക്കുകയും വ്യാപാരം അടിച്ചേൽപ്പിക്കുകയുമായിരുന്നു. അന്ന് ആ ഒരു സമയത്ത് എല്ലാ തരത്തിലുള്ള ബസാറുകളിലെ ഓരോ കടകളിലും അവർ കയറി ഇറങ്ങിക്കൊണ്ട് ആ കച്ചവടക്കാരോട് നിർബന്ധമായിട്ടും സാധനങ്ങൾ വാങ്ങണമെന്നും അതുപോലെ വ്യാപാരം അടിച്ചേൽപ്പിക്കുകയുമായി ചെയ്തിരുന്നത്. പിന്നെ ആ രാത്രിയിലെ ശബ്ദങ്ങൾ ഒതുങ്ങി തുടങ്ങി. മുക്കാലികളുടെ രാത്രി തുടങ്ങി. അതായത് ആ ശബ്ദങ്ങളൊക്കെ പയ്യെ ഒതുങ്ങി തുടങ്ങി. ഇനി ശിക്ഷയുടെ സമയമാണ്. മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ വീടിന്റെ ഒറ്റമുറിയുടെ ഒരു കോണിൽ ഇന്നലെ മുക്കാലിയിൽ മരിച്ച മനുഷ്യന്റെ ഭാര്യയും കുട്ടികളും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നു. ആ രംഗങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ വളരെയധികം ക്രൂരമായിട്ട് തന്നെയാണ് ആളുകളെ കൊന്നൊടുക്കുന്നത്. മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ ഒരു വീടിന്റെ ഒറ്റമുറി കോണില് ഇന്നലെയാണ് മുക്കാലിയിൽ ഒരു മനുഷ്യൻ മരിക്കുന്നത്. ആ മനുഷ്യന്റെ ഭാര്യയും കുട്ടികളും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അതായത് ഇന്നലെയായിരുന്നു ആ മനുഷ്യന്റെ ജഡമുണ്ടായത്. അതായത് ആ ഒരു ഇപ്പോ ഗോവർദ്ധൻ ചെന്ന് കയറിയ വീട്ടിലെ രക്ഷകർത്താവ് അല്ലെങ്കിൽ ഗൃഹനാഥനാണ് ഇന്നലെ മരിച്ചുപോയത്. മുക്കാലിയിൽ കെട്ടി ആ മനുഷ്യനെ കമ്പനിക്കാർ കൊന്നൊടുക്കിയിരുന്നു. ആ ഒരു കുടുംബത്തിലേക്കാണ് ഗോവർദ്ധനം വന്നു കയറുന്നത്. അത്രയും സങ്കടത്തോടു കൂടിയാണ് ആ സ്ത്രീയും കുട്ടികളും അവിടെ നിൽക്കുന്നത്. മറ്റേ മൂലയിൽ ഗോവർദ്ധനൻ അയാളുടെ കൂട്ടുകാരൻ കുരുടൻ പൂജയും. വീടിന്റെ ഒരു വശത്ത് ആ ഭാര്യയും 2 മക്കളും, അതുപോലെ തന്നെ ഒരു വശത്ത് ഗോവർദ്ധനും അതുപോലെ തന്നെ അയാളുടെ സന്തത സഹചാരിയായിട്ടുള്ള കുരുടനായിട്ടുള്ള ഒരു പൂച്ചയും. രാത്രിയുടെ നേരിയ തണുപ്പ് ആ നിരപരാധികളുടെ ദുരിതങ്ങൾക്ക് മീതെ കൂടി അവരെ തണുപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ട് ഇഴഞ്ഞു നടന്നു. പുറത്താണെങ്കിൽ നല്ല തണുപ്പാണ്. പുറത്ത് സാമ്രാജ്യങ്ങൾ പണിയുന്നവരുടെ ബഹളം തെല്ലൊന്നൊതുങ്ങിയപ്പോൾ വൈകിയ യാമങ്ങളിൽ എപ്പോഴോ ഉറക്കം അവരെയും അനുഗ്രഹിച്ചു. അതായത് പുറത്ത് വലിയ സാമ്രാജ്യങ്ങൾ പണിയുന്നവരുടെ ബഹളം തെല്ലൊന്നടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ കമ്പനിയിലുള്ള ആളുകളുടെ ശബ്ദമെല്ലാം തന്നെ പുറത്തു നിന്ന് പയ്യെ അടങ്ങിയ സമയത്ത് എപ്പോഴോ അറിയാതെ അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. വെളിച്ചമായപ്പോൾ തള്ളവിരലുകളില്ലാത്ത ആ ഗ്രാമം വീണ്ടും ശാന്തമായിരുന്നു. കടവിൽ നിന്ന് ചരക്ക് വഞ്ചികൾ പോയി കഴിഞ്ഞിരുന്നു. രാവിലെ നേരം വെളുത്തപ്പോൾ സ്ഥിതിഗതികൾ വീണ്ടും ശാന്തമായി. തള്ളവിരലുകളില്ലാത്ത ആ ഒരു ഗ്രാമം വീണ്ടും ശാന്തമായി കഴിഞ്ഞിരുന്നു. ആ കടവുകളിൽ നിന്ന് ഈ ഒരു കമ്പനിക്കാരുടെ ചരക്ക് വഞ്ചികൾ പോയി കഴിഞ്ഞിരുന്നു. ഒരു സമാധാനത്തിന്റെ രീതിയിൽ തന്നെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്വാതന്ത്ര്യം നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ ഭരണാധികാരികൾ ക്രൂരമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവരുടെ അവസ്ഥ എന്താകുമെന്ന്, അതുപോലെ തന്നെ എത്രയൊക്കെ വേദനകൾ സഹിച്ചു കഴിഞ്ഞാലും ചങ്കൂറ്റമുള്ള ഒരു തലമുറയെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് നെയ്ത്ത് ജോലി ഉപേക്ഷിക്കുകയും തൻ്റെ തള്ളവിരൽ പോലും അവർ നശിപ്പിച്ചു കളയുകയും ചെയ്തത്. ആ ക്രൂരതയുടെ ഒരു നേർചിത്രമായിട്ട് ആ അമ്മയും 2 മക്കളും ഗോവർദ്ധന്റെ മനസ്സിൽ ഒരു വിങ്ങലായിട്ട് അവശേഷിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്തെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ, ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു, ഒരുപാട് പേർ അനാഥരാക്കപ്പെട്ടിരുന്നു, ഒരുപാട് ക്രൂരതകളുടെ ഒരു കാലമായിരുന്നു നമ്മെ ഗ്രസിച്ചിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഓർത്തെടുക്കാനായിട്ട് കഴിയും. പക്ഷെ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ന്യായവും നീതിയും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുതെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടായിരിക്കണം. നല്ലൊരു നോവലാണ്. കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങളൊക്കെ ഒന്നെടുത്ത് വായിച്ചു നോക്കുക. നമുക്കിനി പാഠത്തിലെ ചോദ്യങ്ങളിലേക്ക് കിടന്നാലോ? ഗ്രാമത്തിലെത്തിയ ഗോവർദ്ധനൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാമായിരുന്നു? നേരൻ സന്ധ്യയായ സമയത്താണ് ഗോവർദ്ധനൻ ആ ഒരു ഗ്രാമത്തിലെത്തിയത്. എല്ലായിടത്തും ഒരു ആപത്ത് വരുന്നത് പോലെ വല്ലാത്തൊരു ബഹളമായിരുന്നു. ബസാറില് ആളുകൾ ധൃതി പിടിച്ചുകൊണ്ട് കടകൾ അടയ്ക്കുകയും അതുപോലെ തന്നെ വിൽക്കാൻ വച്ചിരുന്ന സാധനങ്ങളെല്ലാം തന്നെ വാരിക്കൂട്ടി ഓടുകയും ചെയ്തിരുന്നു. കൈകൊണ്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അരിയുടെയും ഗോതമ്പിന്റെയും മുകളിലൂടെയാണ് ആളുകൾ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയത്. വീടുകളിൽ നിന്ന് സ്ത്രീകൾ കുട്ടികളെ വിളിക്കുന്നതിന്റെയും വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുന്നതിന്റെയും ശബ്ദം ഗോവർദ്ധനൻ കേട്ടിരുന്നു. ഗ്രാമത്തിലെത്തിയ ഗോവർദ്ധനൻ കണ്ട പ്രധാനപ്പെട്ട കാഴ്ചകൾ അതുതന്നെയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ജനങ്ങളുടെ തള്ളവിരലുകൾ നഷ്ടപ്പെട്ട കഥ കണ്ടെത്തി അവതരിപ്പിക്കുക. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ കാര്യമാണ് അല്ലെ. പരിചിതമല്ലാത്ത ഒരു ഗ്രാമത്തിലേക്കാണ് ഗോവർദ്ധൻ എത്തുന്നത്. അവിടെ ആർക്കും തന്നെ തള്ളവിരലുകളില്ലായിരുന്നു. അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം കൂടി വിധവയായിട്ടുള്ള ആ സ്ത്രീ ഗോവർദ്ധനോട് പറയുന്നുണ്ട്. ജാതിയിൽ നെയ്ത്തുകാരായിരുന്നു ആ ഗ്രാമത്തിലെ ജനങ്ങൾ. കമ്പനിയിലെ ഓഫീസർമാരും ഗുമസ്തന്മാരും ഇടയ്ക്കിടെ ഗ്രാമത്തിൽ വന്ന് തമ്പടിച്ച് കച്ചേരി കൂടുമായിരുന്നു. നെയ്ത്തുകാരെ കൊണ്ട് കമ്പനി നിശ്ചയിച്ച വിലയ്ക്ക് തന്നെ പട്ട് നെയ്തു കൊടുക്കുവാനുള്ള കരാറുകളിൽ ഒപ്പിടുവിക്കാം.
അത് നടപ്പിലായില്ലെങ്കിൽ, കരാർ അനുസരിച്ച് നെയ്ത്ത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ മുക്കാലിയിൽ കെട്ടി ചാകും വരെ അവർ ഉപദ്രവിച്ചിരുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും തള്ളവിരൽ മുറിച്ച് ഗംഗാ നദിയിലേക്ക് എറിഞ്ഞ് നെയ്ത്ത് ഉപേക്ഷിക്കുന്നു. തള്ളവിരലില്ലാതെ നെയ്യാനാകില്ല. പിന്നീട് കാലാകാലങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ തള്ളവിരൽ മുറിച്ച് ഗംഗയിലേക്ക് എറിയുന്നത് ഒരു ആചാരമായിട്ടും അവിടെ മാറുകയുണ്ടായി. ഇങ്ങനെയെല്ലാമാണ് ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ എല്ലാവരുടെയും തള്ളവിരലുകൾ നഷ്ടമായത്. ആ തള്ളവിരലുകൾ അഭിമാനത്തിന്റെ പ്രതീകമാണ്. ആരുടെ മുന്നിലും തോറ്റു കൊടുക്കില്ല എന്നുള്ള ദൃഢനിശ്ചയം നമുക്ക് അവിടെ കാണാൻ കഴിയും. സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. വളരെ വൈകൃതമായി പോകും കൈയെല്ലാം തന്നെ. എന്നിരുന്നാൽ തന്നെയും അതിലൊരിക്കലും ഒരു കുറ്റബോധവും ആ നാട്ടുകാർ കണ്ടില്ല. ആ ഒരു പ്രതിഷേധമാണ്, പ്രതിരോധമാണ് പിന്നീട് ആചാരമായിട്ട് മാറുന്നത്. വരും തലമുറയുടെ എല്ലാവരുടെയും തന്നെ തള്ളവിരലുകൾ അവർ മുറിച്ച് ഗംഗയിൽ ഒഴുക്കുന്നു. അതായത് ഒരിക്കലും നട്ടെല്ല് വളയ്ക്കാൻ കഴിയാത്ത അഭിമാന ബോധമുള്ള ഒരു സമൂഹത്തിന്റെ അംഗങ്ങളാണ് ആ ഗ്രാമത്തിലുള്ളവരെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പൊ ഈ അവസാനത്തെ ഈ 2-3 പാഠഭാഗങ്ങള് സ്വാതന്ത്ര്യത്തെപ്പറ്റിയും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും എല്ലാം തന്നെയാണ് വിളിച്ചോതുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത്. സ്വാതന്ത്ര്യമില്ലാത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ്. അത് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടില്ല. അതിന് കാരണം പൂർവികരായിട്ടുള്ള ഒരുപാട് രക്തസാക്ഷികളുടെ പ്രതിഷേധവും അവരുടെ ചങ്കൂറ്റവും തന്നെയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. പ്രധാനമായിട്ട് നിങ്ങൾ പാഠഭാഗങ്ങൾ നല്ല രീതിയിൽ വായിച്ചു നോക്കുക, എഴുത്തുകാരെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ പാഠഭാഗത്തിന് പുറത്തു നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അക്ഷരത്തെറ്റ് ഒരുപാട് കൂടുതലാണ് കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ തന്നെ ഒന്ന് എഴുതി ശീലിക്കുക. നല്ല രീതിയിൽ വായനാശീലം വളർത്താനായിട്ട് ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുപോലെ തന്നെ നല്ല നന്മയുള്ള കുട്ടികളായിട്ട് നിങ്ങളാണ് ഭാവി തലമുറ എന്നുള്ള ചിന്തയോടുകൂടി തന്നെ നല്ല രീതിയിൽ അധ്വാനിക്കാനും അതുപോലെ മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ശീലിക്കുക. മികച്ചൊരു ഭാവി തന്നെ ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എക്സാം പോയിന്റിന്റെ ഗൈഡിൽ പാഠഭാഗത്തിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ലഭ്യമാണ്. എല്ലാവിധ സഹായങ്ങൾക്കും എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ.